നടുവേദന നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടോ? പഴയന്നൂരിലെ പുതിയ ലെക്സോണ ഷോറൂമിലേക്ക് വരൂ. നിങ്ങൾക്ക് അനുയോജ്യമായ മെത്ത തിരഞ്ഞെടുക്കൂ. ലെക്സോണ റെസ്റ്റോ സ്പൈൻ മാട്രസ്, മെമ്മറി ഫോം മാട്രസ്, ലാറ്റക്സ് മാട്രസ്, ഫോം മാട്രസ്, സ്ക്വയർ മാട്രസ് അങ്ങനെ എല്ലാത്തരം മെത്തകളും 5 വർഷം വാറണ്ടിയോടുകൂടി ഒന്നെടുത്താൽ അതേ വിലയിൽ അതേ വാറണ്ടിയിൽ മറ്റൊരു മെത്ത തികച്ചും സൗജന്യം. കൂടാതെ ഒരു മെത്ത വാങ്ങുമ്പോൾ 40% ഡിസ്കൗണ്ടും. 25 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ലെക്സോണ മാട്രസ് ഇനി പഴയന്നൂർക്കാർക്കും ലഭ്യം. ജെന്വിൻ പ്രൊഡക്റ്റ്, അഫോർഡബിൾ പ്രൈസ്. സുഖകരമായ ഉറക്കം നിങ്ങളുടെ ഉത്സാഹം കാത്തു സൂക്ഷിക്കും ദിവസവും. പ്രീതി ഏജൻസീസ്, പഴയന്നൂർ. തിരുവല്ലോമലയിലേക്ക് സ്ഥലം മാറി വന്ന പൂജാരിക്ക് ക്ഷേത്രത്തിന്റെ താക്കോൽ കൈമാറുന്നില്ല എന്ന് പരാതി. 3 ദിവസത്തോളമായി പുതിയ പൂജാരി അമ്പലത്തിൽ വന്ന് കാത്തു നിൽക്കുകയാണെന്നും ആരോപണം. തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിലെ പറക്കോട്ടുകാവ് ദേവസ്വത്തിന്റെ കീഴിലുള്ള ശിവക്ഷേത്രത്തിൽ പുതിയതായി ജോലിക്ക് വന്ന കലശവള്ളിമന രാജേഷ് തിരുമേനിയെയാണ് ജോലിയിൽ പ്രവേശിക്കാൻ സമ്മതിക്കാത്തതായി പരാതിയുള്ളത്. നിലവിലെ ശാന്തിക്കാരൻ മുട്ടുശാന്തിക്ക് പകരക്കാരനെ ഏൽപ്പിച്ച് മാറി നിൽക്കുകയാണെന്നും വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല എന്നും ആരോപണമുണ്ട്. രാജേഷ് ജോലി ചെയ്തിരുന്നത് കണക്കന്നൂർ ശിവക്ഷേത്രത്തിലായിരുന്നു. 2 മാസം മുൻപ് ഹൃദയ സംബന്ധമായ രോഗം പിടിപെടുകയും സർജറി ഉൾപ്പെടെ നടത്തുകയും ചെയ്തിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നം കണക്കിലെടുത്ത് ദേവസ്വം അദ്ദേഹത്തിന് പൂതനക്കര ക്ഷേത്രത്തിലേക്ക് മാറ്റം നൽകുകയായിരുന്നു. എന്നാൽ നിലവിലെ പൂജാരിയായ സന്തോഷ് ക്ഷേത്രത്തിൽ വരാതെയും ചാർജ് കൈമാറ്റം ചെയ്യാതെയും മുങ്ങി നടക്കുകയാണെന്നും പരാതിയുണ്ട്. കാരണം പഴയന്നൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള കലശവള്ളി രാജേഷ് നമ്പൂതിരി എന്ന് പറയുന്ന ഒരു ജീവനക്കാരന് കണക്കന്നൂർ ശിവക്ഷേത്രത്തിൽ ജോലി ചെയ്തു വരവേ അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായി അസുഖം വരികയും ഏകദേശം 2 മാസം ആവണേ ഉള്ളൂ ഒരു ആൻജിയോപ്ലാസ്റ്റി നടത്തുകയും ചെയ്തു. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഇത്രയും ദൂരം യാത്ര ചെയ്തുകൊണ്ട് കണക്കന്നൂർ ശിവക്ഷേത്രത്തിൽ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ബോർഡിന് റിക്വസ്റ്റ് വയ്ക്കുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഓർഡർ ലഭിക്കുകയും ഇവിടെ വന്ന് പരക്കോട്ടുകാവിൽ ജൂനിയർ ദേവസ്വത്തിൽ ജോയിൻ ചെയ്യുകയും ചെയ്തിട്ട് ഇന്നേക്ക് 3 ദിവസം ആയിരിക്കുകയാണ്. ഇവിടെ നിലവിലുള്ള സന്തോഷ് എന്ന് പറയുന്ന പൂജാരി ഇവിടെ താക്കോൽ ഏൽപ്പിക്കാതെ കണക്കുകൾ കൊടുക്കാതെ മനഃപൂർവ്വം മാറി നിന്നുകൊണ്ടുള്ള ഒരു കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നറിഞ്ഞതിൽ വളരെ വേദനയുണ്ട്. ഇവിടെ ഈ നാട്ടുകാരും ദൈവവിശ്വാസികളും ഒന്നിച്ചു കൂടിക്കഴിഞ്ഞാൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും സമരവുമായി ഞങ്ങൾ നാളെ ഏതറ്റം വരെ പോകണമെങ്കിലും ദൈവവിശ്വാസികളായ ഞങ്ങൾക്ക് കഴിയുമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. ഈ അവസരത്തിൽ ഒരു പഞ്ചായത്ത് ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഇവിടെ അറിയാൻ കഴിഞ്ഞത് ഈ ക്ഷേത്രത്തിൽ ഇയാൾ ചാർജ് എടുത്തതിന് ശേഷം നടത്തി വരുന്ന പല പൂജകളും സമയബന്ധിതമായിട്ടല്ല എന്നും സമയക്രമങ്ങൾ പാലിക്കാതെ ദേവസ്വം ബോർഡിൻ്റെ അനുമതിയില്ലാതെ പല കാര്യങ്ങളും അതിനുശേഷം സമയം കഴിഞ്ഞും നടക്കുന്നു എന്ന് പലരുടെയും അഭിപ്രായത്തിൽ നിന്നും ഞങ്ങൾക്ക് ആരായാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹൃദ്രോഗിയായ സ്ഥലം മാറി വന്ന പുതിയ ജീവനക്കാരൻ 3 ദിവസമായി 2 നേരവും ക്ഷേത്രമുറ്റത്ത് വന്ന് നിൽക്കുകയാണെന്നും ആരോപണമുയരുന്നു. തിരുമേനി ദിവസവും രാവിലെ 6 മണി മുതൽ 9 മണി വരെ ഇവിടെ നിൽക്കുന്നുണ്ട് രാവിലെ. അതുപോലെ വൈകുന്നേരത്തും ഇതുപോലെ 5 മണിക്ക് ശേഷം ഈ നട അടയ്ക്കുന്നത് വരെ മൂപ്പര് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഈ പഴയ പൂജാരി ഈ പുതിയ പൂജാരിക്ക് ഇതുവരെ ചാവി കൊടുത്തിട്ടില്ല. പിന്നെ ഇവിടെ രാവിലെ 6 മണി മുതൽ 9 മണി വരെയാണ് പൂജ നടക്കുന്നത്. ഇപ്പോൾ ഈ പഴയ പൂജാരി ഇവിടെ പൂജ ചെയ്തതിനു ശേഷം 10 മണിക്കും 11 മണിക്കാണ് ഇവിടെ 11 മണി വരെ ഇവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും എന്തൊക്കെ തരത്തിലുള്ള പൂജകൾ അവിടെ നടക്കുന്നു എന്നുള്ളത് നമുക്കറിയുന്നില്ല. ഇവിടെ ചുറ്റുവട്ടത്തുള്ള പല സ്ത്രീകളും ഈ പൂജാരിക്കെതിരെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. 5000 രൂപ വാങ്ങിച്ചു, 10,000 രൂപ വാങ്ങിച്ചു. ഒന്നാമത് 9 മണിക്ക് 50 അടയ്ക്കേണ്ട സമയമാണ്. ഈ 10 മണി വരെയും 11 മണി വരെയും പൂജാരി ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല. ദേവസ്വം ബോർഡാണ് ഇത് നോക്കേണ്ടത്. ദേവസ്വം ബോർഡ് ഈ വഴിക്ക് വരുന്നില്ല. മാസം ഭണ്ണാരം തുറക്കാൻ മാത്രമല്ലാണ്ട് അവർ ഈ വഴിക്ക് വരുന്നില്ല. അതുപോലെ രാത്രി 7 മണിക്ക് നട അടച്ച് പോകേണ്ടത് 9 മണി വരെയും 8:30 വരെയും 8 മണി 9-9:30 വരെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്ത്രീകളാണ് രാത്രി ഇവിടെ വരുന്നത്. പല സ്ത്രീകളും ഇയാളുടെ ചതിയിൽ പെട്ടിട്ട് ഒരുപാട് പൈസ കളഞ്ഞു പോയിട്ടുള്ള ടീമുകളുണ്ട് ഇവിടെ. പിന്നെ ഇപ്പോഴുള്ള പൂജാരി 2-3 ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മൂപ്പർക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്ത് പോകാൻ പൂജ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ അടുത്തുള്ള അമ്പലത്തിലേക്ക് മൂപ്പര് അപേക്ഷ കൊടുത്തിട്ടും ഈ അപേക്ഷ സാങ്ഷനായിട്ട് വന്നിട്ട് മൂപ്പര് ഇവിടെ പൂജയ്ക്ക് വരുന്നത്. ഇതിപ്പോൾ 3 ദിവസമായിട്ട് മൂപ്പര് രാവിലെയും വന്ന് നിൽക്കുക, വൈകുന്നേരത്തും വന്ന് നിൽക്കുകയാണ്. ഈ പഴയ പൂജാരി ചാവി കൊടുക്കേണ്ട മടിക്ക് പകരം വേറൊരു ശാന്തിക്കാരനെ വെച്ചിട്ട് മൂപ്പര് ഇവിടുന്ന് മുങ്ങിയിരിക്കുകയാണ്.
ഇത് ശക്തമായിട്ട് ഇതിനെതിരെ ദേവസ്വം ബോർഡ് നടപടി സ്വീകരിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ തിരുവല്ലാമല പഞ്ചായത്തിലെ 15-ാം വാർഡിലെ പൂതനക്കര നിവാസികൾ ഇതിന്റെ ശക്തമായിട്ട് നിയമ നടപടി സ്വീകരിച്ചിട്ട് ദേവസ്വം ഓഫീസിലേക്ക് ഞങ്ങൾ അതിൻ്റെതായ സംബന്ധമായ ആളുകളെ കണ്ട് സംസാരിച്ചിട്ട് ശക്തമായ തീരുമാനങ്ങൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ദേവസ്വം ഓഫീസിലേക്ക് ഒരു ഉപരോധമായിട്ട് കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് പൂതനക്കര നിവാസികൾ ഒറ്റക്കെട്ടായി ഇതിനെതിരെ സമരം ചെയ്യുന്നതായിരിക്കും. നിലവിലെ പൂജാരി ക്ഷേത്രത്തിൽ സാധാരണ പൂജകൾ മാത്രമല്ല ആഭിചാര കർമ്മങ്ങൾ ഉൾപ്പെടെ നടത്തുന്നുണ്ടെന്നും ആക്ഷേപമുണ്ട്. അമ്പലത്തിൽ വരുന്ന ഭക്തർക്ക് സന്തോഷ് നടത്തിവരുന്ന ജ്യോതിഷത്തിന്റെ വിസിറ്റിംഗ് കാർഡ് നൽകി സ്ഥാപനത്തിലേക്ക് പ്രശ്നപരിഹാരത്തിനായി വരാൻ പറയുകയും അതിനുവേണ്ട പൂജകൾ ദേവസ്വം ക്ഷേത്രത്തിൽ വെച്ച് നടത്തുകയും ചെയ്യുന്നുവെന്നും പരാതിയുണ്ട്. ഇവിടെ വരുന്ന തൊഴാൻ വരുന്നവരുടെ അടുത്ത് ഭക്തരുടെ അടുത്ത് പറയാണ്, നിങ്ങൾക്ക് എന്തോ ഒരു ദോഷം ഉണ്ടല്ലോ, ഞാനൊരു കാര്യം ചെയ്യാം, എന്റെ വിസിറ്റിംഗ് കാർഡ് തരാം, വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞ് 5000-10,000 രൂപയുടെ പൂജകൾ, ആ പൂജകളും ഈ അമ്പലത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടാണോ ചെയ്യുന്നതെന്ന് വരെ ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം ഞാൻ ഈ അമ്പലത്തിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് 12 മണിക്ക് വരെ ഇവിടെ ഈ പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ പലരും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പലതവണ നമ്മൾ ഇതിന്റെ മുകളിൽ പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. പിന്നെ പുള്ളിതായിട്ട് രീതിക്ക് ദേവസ്വം ബോർഡിന്റെ അനുമതി ഇല്ലാതെ തന്നെ ആളുടേതായിട്ടുള്ള രീതിക്ക് ഇവിടെ കുറെ വഴിപാടുകൾ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യുക, അതുപോലെ കുങ്കുമ പ്രസാദം വരുന്ന ഭക്തരെ എടുത്ത് എല്ലാവർക്കും ഓരോരുത്തരും മുഖത്ത് നോക്കിയിട്ടാ നിങ്ങൾക്ക് എന്തോ പ്രശ്നം ഉണ്ടല്ലോ, ഒരു കാര്യം ചെയ്യാം, എന്റെ വീട്ടിലേക്ക് വരും എന്ന് പറഞ്ഞ് 5000-10,000 പൂജകൾ ചെയ്യുക. ഇതുപോലെ ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് ഇവിടെ ആള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്ര സമയം 9 മണി വരെയാണെന്നും ഉച്ച സമയങ്ങളിൽ പോലും ഇവിടെ പൂജകൾ നടത്തുന്നത് പതിവ് കാഴ്ചയാണെന്നും പരിസരവാസികളും ഭക്തരും പറയുന്നു. സൂര്യോദയത്തിന് മുൻപ് നടത്തേണ്ട ഗണപതി ഹോമം പോലും നടത്തുന്നത് 8 മണിക്കാണെന്നും ഇത് ചോദ്യം ചെയ്താൽ തന്റെ സൗകര്യം പോലെ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് സന്തോഷിന്റെ മറുപടിയെന്നും ആരോപണമുണ്ട്. കഴിക്കുന്നത് ഒരു ഭക്തൻ വന്നിട്ട് 7 മണിക്ക് അല്ലെങ്കിൽ എന്താ ഗണപതി ഹോമത്തിന്റെ പ്രസാദം ചോദിച്ചാൽ എന്റെ സൗകര്യം ഇങ്ങനെ ഉള്ളൂ, എനിക്ക് 8 മണിക്ക് നടത്താൻ പറ്റുള്ളൂ എന്നുള്ള രീതിക്കുള്ള ദാക്ഷ്യത്തോടു കൂടിയുള്ള സംസാരവും കാര്യങ്ങളൊക്കെയാണ് പുള്ളി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ അമ്പലത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ദേവസ്വം എത്രയും പെട്ടെന്ന് വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പഞ്ചായത്ത് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വേണ്ടാത്ത നിലപാടുമായി കൊച്ചിൻ ദേവസ്വം ബോർഡിലെ ഉന്നതരായ ബോർഡായാലും അതുപോലെ തന്നെ മറ്റ് ജീവനക്കാരായാലും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഇതിനൊരു ഒരു പരിഹാരം ഉടനടി ഉണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായ നിയമ നടപടികളുമായി ഞങ്ങൾ മുമ്പോക്കം പോകുമെന്നുമാണ് ഒരു ദൈവവിശ്വാസി എന്ന നിലയ്ക്ക് എനിക്കിവിടെ ജനപ്രതിനിധി എന്ന നിലയ്ക്കും അറിയിപ്പിക്കുവാനുള്ളത്. എന്നാൽ പുതുതായി ചാർജ് എടുക്കാൻ വന്ന രാജേഷിന് ക്ഷേത്രത്തിലെ സാമഗ്രികളുടെയും മറ്റും കണക്ക് കൊടുത്തുകൊണ്ട് വേണം സ്ഥാനം കൈമാറ്റം ചെയ്യാനെന്നും സ്ഥാന കൈമാറ്റം നടത്തേണ്ട നിലവിലെ പൂജാരി അവധിയെടുത്ത് മാറി നിൽക്കുകയാണെന്നും ദേവസ്വം ഓഫീസർ സുമ പറഞ്ഞു. അമ്പലത്തിൽ പോയിട്ട് വേണം ബാക്കിയുള്ളത് ഇവർക്ക് നേരിട്ട് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് നോക്കി ബോധ്യപ്പെട്ടിട്ട് എടുക്കാൻ. 5 മണിക്ക് അമ്പലത്തേക്ക് ചെന്നോളൂ പറഞ്ഞു. അവിടെ ചെന്നപ്പോ മറ്റേ തിരുമേനി പകരത്തിന് ആളെ വെച്ചിട്ട് ആള് അവിടെ ഇല്ല, സ്ഥലത്തില്ല. എവിടെ എന്താണെന്ന് അന്വേഷിച്ചപ്പോ ഞാൻ ലീവ് ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ട് നാട്ടിൽ പോകേണ്ട കാര്യമുണ്ട്, ഞാൻ പോയേക്കാണെന്ന് പറഞ്ഞിട്ട് ആളപ്പോൾ പറഞ്ഞു. അത് ശരിയായ ഒരു നടപടിയല്ല, നമ്മളോട് പറഞ്ഞിട്ടല്ല പോയത്, ലീവ് ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ. അപ്പൊ ഈ തിരുമേനി സംഭവം നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്തു, ആൾ ഓൾറെഡി ഇപ്പൊ ഇവിടുത്തെ ജോലിക്കാരനാണ്. പിന്നെ അതിന് താക്കോല് കൊടുക്കാതെ നമ്മൾക്ക് പോയിട്ട് അങ്ങോട്ട് ഇതാക്കാൻ പറ്റില്ല. അവരെന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ട് അല്ലെങ്കിൽ അതുണ്ടായിരുന്നു നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ സമാധാനം പറയേണ്ടി വരും, ഓൾറെഡി ആളില്ലാത്ത. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ബോർഡിൽ നിന്ന് ഓർഡർ വേണം നമുക്ക് നേരിട്ട് ഏറ്റെടുക്കാന്നുള്ളത്. അപ്പൊ അത് തരാത്തത് കൊണ്ട് എനിക്ക് അതാണ് ഞാൻ തിരുമേനിയുടെ ജോലിക്ക് അവിടെ കയറ്റാതിരുന്ന ആൾക്കും അറിയാം, സത്യാവസ്ഥ അറിയാം. താക്കോല് അതിന് നേരിട്ട് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ, അയാളെന്നെ തരണം. അതുകൊണ്ടാണ് ഇപ്പൊ ആളവിടെ പൂജിക്കാൻ കയറാത്തത്. പുതുതായി വന്ന രാജേഷിന് ഔദ്യോഗികമായി സ്ഥാനം നൽകിയിട്ടുണ്ടെന്നും സ്ഥാനം കൈമാറുന്നതിനുള്ള അറിയിപ്പ് നിലവിലെ പൂജാരിയായ സന്തോഷിന് നൽകിയിട്ടുണ്ടെന്നും ദേവസ്വം ഓഫീസർ വ്യക്തമാക്കി. തിരുവില്ലാമലയിലാണ് എവിടത്തേക്കാളും വിലക്കുറവ്. ദിവാൻ കോട്ട്, മിക്സി, ഇൻഡക്ഷൻ കുക്കർ, ഗ്യാസ് സ്റ്റവ്, കട്ടിൽ, കുക്കർ, കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം. തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വിലക്കുറവ്. അൻസിയ ഹോം അപ്ലയൻസസ്, റോയൽ പാർന്ന് പിൻവശം, തിരുവില്ലാമല. 9048052480.